ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ നോക്കുകുത്തിയെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. എ ജയകൃഷ്ണൻ്റേതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തേത് നോക്കുകുത്തി പച്ചക്കറിക്ക് ആരാണ്? നോക്കുകുത്തി പച്ചക്കറിക്ക് ആരാണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൂട്ടുകാരൻ, കാവലാള്, ബന്ധു, ഉടമസ്ഥൻ. എന്തായിരുന്നു ആൻസർ? ആൻസർ കാവലാള് എന്നുള്ളതാണ്. കാവലാൾ എന്നുള്ളതാണ് ആൻസർ. 2, രാവിലെ ഓടിപ്പോകുന്ന പെണ്ണ് ആരാണ്? നോക്കുകുത്തി, പൂവാലി, പാൽക്കാരി, പച്ചക്കറിക്കാരി. ആരായിരുന്നു? പാൽക്കാരിയാണ്. ഉത്തരം പാൽക്കാരി. ഇനി 3, മൈനകൾ കൊത്തിക്കൊറിക്കുന്നത് എന്താണ്? സ്വകാര്യം, ഫലിതം, ധാന്യങ്ങൾ, മഞ്ഞ്. എന്തായിരുന്നു? സ്വകാര്യമായിരുന്നു മൈനകൾ കൊത്തിക്കുറിക്കുന്നത്. അപ്പോൾ സ്വകാര്യം എന്നതാണ് ഉത്തരം. 4, ഗൗരവമില്ലാതെ നോക്കുകുത്തി ചിരിക്കുന്നതിൻ്റെ കാരണം. ചലനമില്ലാത്ത നോക്കുകുത്തി ആയതുകൊണ്ട്, മൈനകളെ കണ്ടതുകൊണ്ട്, കോമാളി വേഷം കെട്ടിയതുകൊണ്ട്, പാടം കടന്നു പശു വന്നതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു? കോമാളി വേഷം കെട്ടിയതുകൊണ്ടാണ്. ഉത്തരം എന്ന് പറയുന്നത് കോമാളി വേഷം കെട്ടിയതുകൊണ്ട്. ഇതാണ് ഉത്തരം. അപ്പോൾ 4 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഇതിലെ 5ാമത്തെ ചോദ്യം നോക്കൂ. രാവിലെ മഞ്ഞിൻ തണുപ്പിൽ നിന്നത് കാക്ക, മൈന, നോക്കുകുത്തി, പയ്യ്. ആരായിരുന്നു? നോക്കുകുത്തിയാണ് ഉത്തരം. അപ്പോൾ ആദ്യത്തെ 5 ചോദ്യവും അവയുടെ ഉത്തരവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നോക്കുകുത്തിയോ. ഓക്കെ, ഇനി അടുത്ത 2ാമത്തെ ചോദ്യം വാഗ്മയ ചിത്രമാണ്. അകലെ വെള്ളിമേഘങ്ങൾ ഓമനിക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ, താഴെ പച്ചപ്പരവതാനി വിരിച്ച് നെൽപ്പാടങ്ങൾക്ക് കാവലെന്നോളം തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, മനസ്സും ശരീരവും ഒരുപോലെ തഴുകി നീങ്ങുന്ന തണുത്ത കാറ്റും അരുവികളും, കൈത്തോടുകളും ഇല്ലിവേലി കെട്ടിയ ചെറുകുടിലുകളും, പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ പാലക്കാടൻ ഗ്രാമക്കാഴ്ച. ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ വർണ്ണചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞില്ലേ? മുൻപെപ്പോഴോ നിങ്ങൾ കണ്ടാസ്വദിച്ച ഗ്രാമത്തിൻ്റെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതും ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് തയ്യാറാക്കേണ്ടത്. ഗ്രാമത്തിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ ബി ചോദ്യം. വിണ്ണിൻ വിളിപ്പാട് ചോന്നതെപ്പോൾ, മണ്ണിൽ പുതുമളം പൊതിഞ്ഞപ്പോൾ, കന്നി നെൽക്കണ്ട മുഴുതപ്പോൾ, ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റപ്പോൾ. എപ്പോഴായിരുന്നു? ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റപ്പോഴാണ് അല്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. ഇനി പ്രവർത്തനം 3 വിവരണമാണ്. ഇവിടെ തന്നിട്ടുള്ളത് നാടൻ കലാരൂപത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ട്. പൂതൻതിറ നാടൻ ചുവട് വെച്ചുള്ള നൃത്തരൂപമാണ് പാലക്കാട്. മലപ്പുറം ജില്ലകളിലാണ് പൂതൻതിറ പ്രചാരത്തിലുള്ളത്. ഈ അനുഷ്ഠാന കലാരൂപം കൊട്ടിയാടുന്നത് മണ്ണാന്, വണ്ണാന് സമുദായക്കാരാണ്. മകര കൊയ്ത്തു കഴിഞ്ഞുള്ള വേലവരവുമായി ബന്ധപ്പെട്ടതാണ് തിറ. പൂതൻ കൊട്ടിയാടുന്നത് ചെണ്ട, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണം പൂതൻതിറക്ക് അകമ്പടിയായി ഉണ്ടാകും. അപ്പോൾ ഇതൊരു നാടൻ കലാരൂപമാണ്. ഇതേപോലെ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ചുള്ള വിവരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാഠം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കലാരൂപങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇത് ഏകദേശം ഒരു ചെറിയ പാരഗ്രാഫാണ് കൂട്ടുകാരെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ഒരു താരതമ്യ കുറിപ്പാണ്. ഇവിടെ കാഴ്ചവട്ടം എന്ന ശ്രീകുമാരൻ എസിൻ്റെ ഒരു കവിത തന്നിട്ടുണ്ട്. ഇതിലെ ആശയങ്ങളും ഗ്രാമശ്രീ എന്ന കവിതയിലെ ആശയവും കൂടിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കവിതയിൽ എന്താണോ പറയുന്നത്, ഇത് എന്താണ് പറയുന്നത്? കാറ്റു പിടിച്ചു വളഞ്ഞൊരു വാടിയ വള്ളിത്തണ്ടു കണക്കെ ചുമച്ചു തളർന്നൊരു കമ്പിൻ തൂമി. ഇതിലും ഗ്രാമത്തിൻ്റെ അല്ല, നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കർഷകൻ്റെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ എന്താണോ പറയുന്നത് എന്ന് എഴുതണം, ഗ്രാമശ്രീ എന്ന കവിതയിൽ എന്താണോ പറയുന്നത് എന്ന് എഴുതണം. എന്നിട്ട് രണ്ടും കൂടെ താരതമ്യം ചെയ്തൊരു ചെറിയ പാരഗ്രാഫും കൂടെ എഴുതണം. അപ്പോൾ ഏകദേശം വലുതായിട്ട് ഏകദേശം ഒരു പേജിൻ്റെ അടുത്താണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് ഇതിൽ ബി ചോദ്യമാണ്. കുമ്മാട്ടി സംഘത്തിൻ്റെ നേതാവ് ആര്? വാദ്യക്കാരൻ, തള്ള, പാട്ടുകാരൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആരായിരുന്നു കുമ്മാട്ടി എന്നതിൻ്റെ നേതാവ്? ആരായിരുന്നാണ്? തള്ളയാണ് കുമ്മാട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് തള്ള. പ്രവർത്തനം 5 അഭിമുഖ ചോദ്യാവലിയാണ്. കൃഷിരീതികളുടെ നൂതനമായ നിരവധി പുതുമുഖങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വിത്ത് വിതരണത്തിൽ, കൃഷി ഉപകരണങ്ങളിൽ,
അതുപോലെ തന്നെ വിള സംസ്കാരത്തിൽ എല്ലാം കൃഷി ഓഫീസറുമായി സംസാരിച്ച നിങ്ങളുടെ വസ്തുതകൾ മനസ്സിലാക്കാം. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനായി ചോദ്യങ്ങൾ തയ്യാറാക്കാം. കുറഞ്ഞത് 5 ചോദ്യം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ടേലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കൃഷിയുമായി സംബന്ധിച്ച് ചോദ്യാവലികൾ. അതുപോലെ തന്നെ നമ്മൾ മോഡൽ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്തതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയായിരുന്നു ഇന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത്, പണ്ടത്തെ കൃഷി രീതിയും ഇന്നത്തെ കൃഷി രീതിയും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസമാണുള്ളത്, കൃഷി രീതി ലാഭകരമാണോ, എന്തൊക്കെ നൂതന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നെല്ലൊക്കെ അല്ല വിത്തൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ രാസവളമാണോ ജൈവവളമാണോ ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു 5-6 ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മിനിമം 5 ചോദ്യങ്ങളും നിങ്ങൾ തയ്യാറാക്കണം. 6ാമത്തെ പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യപ്രദവും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠതയുള്ള ഒന്നാണ്. അപ്പോൾ ആ കൃഷിയെ കുറിച്ചിട്ട് പരമാവധി ആശയങ്ങൾ നിങ്ങളതിൽ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ നല്ല ശൈലിയിലായിരിക്കണം എഴുതേണ്ടത്. കൃഷിയെക്കുറിച്ചിട്ടുള്ള അത്യാവശ്യത്തിലുള്ള നിങ്ങൾക്ക് അറിയുന്ന അറിവുകളെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കുക. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? കൃഷി തന്നെയാണ്. കാരണം എന്താണ്? മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അസുഖമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ കൃഷിയിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുക. ഇതിൽ ബി ചോദ്യം, വിത്തുമൂട ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണക്കിയെടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കുന്നതിന്, വിത്തുകൾ തയ്യാറാക്കുന്നതിന്, വിത്തുകൾ പാകുന്നതിന്. എന്തിനാണ്? ഉണക്കിയെടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഉണക്കിയെടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കുന്നതിന്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.